ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഡേ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഫോണും കൊണ്ട് ഇറങ്ങിയത്. ഞായറാഴ്ച കേട്ടോ, പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണ്. എന്നാലും ഏട്ടായിക്ക് വീട്ടിലുണ്ടല്ലോ, അപ്പം ഇവിടുത്തെ സീൻസും അങ്ങനെ എല്ലാം എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ എൻ്റെ ഒപ്പം ഡ്യൂട്ടി എഴുന്നേറ്റുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അടുക്കളത്തെ കാര്യം ഏകദേശം സെറ്റായി. ഇടിയപ്പം പിന്നെ ചിക്കൻ കറി ഉണ്ട് തലേദിവസത്തെ. അങ്ങനെ അത്യാവശ്യം ഏകദേശം കറിയൊക്കെ അങ്ങ് സെറ്റായി. ഇപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ആർക്കും ആവശ്യമില്ല. പിള്ളേരുടെ പാലും ചായയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ രച്ചുട്ടിക്ക് ഞാൻ രാവിലെ തന്നെ പാൽ കൊടുക്കും. അല്ലുക്കുഞ്ഞ് എഴുന്നേറ്റും അല്ലുക്കുഞ്ഞിന് പാൽ കൊടുക്കും. പല്ലുവാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴേ പതുക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാമെന്ന് ഓർത്താണ്. പക്ഷേ 2 പേരും എൻ്റെ ഒപ്പം എഴുന്നേറ്റ് വന്നായിരുന്നു ഗൈസ്. അങ്ങനെ 2 പേർക്കും പാൽ കൊടുക്കുന്ന സീൻസായിട്ടോ കാണും. അപ്പോൾ രാവിലെ ഇവർക്ക് എഴുന്നേൽക്കുമ്പം എന്നെ കാണണം. ഇത്തിരി കൊഞ്ചിക്കലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. കാണാണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത്തിരി മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ അത് അല്ലുവാനൊക്കെ ഒന്ന് സോപ്പിട്ട് കൊഞ്ചിച്ചൊക്കെ സെറ്റാക്കുക കേട്ടോ. എനിക്ക് ഒരു 10 മിനിറ്റ് ഇറങ്ങണം. വീടിൻ്റെ അടുത്ത് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ അല്ലുക്കുഞ്ഞിനെ ഞാൻ ഒന്ന് പല്ലേപ്പിക്കാൻ നിൽക്കുവാണ്. അതിനിടയ്ക്ക് രച്ചുട്ടിക്ക് പാലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഫുഡ് ഇവിടുന്ന് കഴിക്കുന്നില്ല. കഴിച്ചാൽ വീണ്ടും സമയം പോകൊണ്ടിട്ട് ഫുഡ് കൊണ്ടുപോയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ കാര്യങ്ങൾ ഏട്ടായി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പാല് മാത്രം കൊടുത്തിട്ട് ഞാൻ ഈ സ്ഥലം കാലിയാക്കും. ഗൈസ് 2 കാണാണ്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തോട്ട് പോകാനായിട്ട്. TV ഒക്കെ വെച്ച് കൊടുത്ത് എന്തെങ്കിലും കാർട്ടൂണോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ആണ് എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാലിലും കയ്യിലൊക്കെ വട്ടം പിടിച്ച് ഫുൾ കരച്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ പാലൊക്കെ കുടിച്ച് പിന്നെ ഏട്ടയെ വന്ന് അവിടെ നിന്ന് കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പതുക്കെ ഇറങ്ങി. ഞാൻ ഇറങ്ങിയ ശേഷമുള്ള സീനാ കാണാമല്ലോ. കുഞ്ഞ് സങ്കടത്തിലായിരുന്നു, കരച്ചിലായിരുന്നു കണ്ടോ. അമ്മച്ചി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഞാനപ്പോഴേക്കും ഓഫീസിലെത്തി കേട്ടോ. പിന്നെ ഇവിടുത്തെ അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. ഞാൻ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ടൈമിൽ ഏട്ടായി വീട്ടിൽ നിന്ന് കുറേ സീൻസൊക്കെ പിള്ളേർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഹലോ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കുറച്ച് കാര്യം ഷെയർ ചെയ്യുമ്പോൾ കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു ബിസി ലൈഫിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ബ്രേക്ക് വേണം. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ മൈൻഡൊക്കെ നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും വേണം. നമ്മൾ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സോ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റിഫ്രഷിങ് ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ റിഫ്രഷിങ് ഒരു മൈൻഡ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ത്രൂ കിട്ടിയെങ്കിലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മാമാർത്തിൻ്റെ 2 കിടിലൻ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇത് 2 വേരിയൻസിലായിട്ടും നമ്മുടെ മാമാർത്തിൻ്റെ ഈ ഫ്രാഗ്രൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻടു ദ വാലി ആൻഡ് ഇൻടു ദ സൺസെറ്റ്. അപ്പം സത്യം പറഞ്ഞാൽ നേച്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ നേച്ചറിലോട്ട് എസ്കേപ്പ് ആയി പോകുന്ന ആ ഫീൽ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന്. കാരണം സാധാരണ നോർമൽ പെർഫ്യൂംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേ പേർക്കെങ്കിലും ഹെഡ് ഏക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതൊന്ന് ഭയങ്കര സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. അതുപോലെ ഭയങ്കര എന്താ പറയുക മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അത് കൂടാണ്ട് തന്നെ മാമാർത്തിൻ്റെ ഈ 2 ഫ്രാഗ്രൻസും ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്ന ആ ഒരു മൊമെൻറ്റ് മുതൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്ന സമയം വരെയും ഇത് നമ്മുടെ ബോഡിയിലുണ്ടാകും ആ ഒരു ഫ്രാഗ്രൻസ്. അതുപോലെ സേഫ് ഫോർ സ്കിന്നാണ് കേട്ടോ, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. സോ എല്ലാവരും മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്ത് നോക്കണേ. സോ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാർംഫുൾ കെമിക്കൽസ് അതുപോലെ തന്നെ നാച്ചുറലുമാണ്. അപ്പോൾ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ മാമാർത്ത് ആപ്പിലും മാമാർത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഫസ്റ്റ് ക്രൈയിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ മാമാർത്ത് സ്റ്റോർ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് കമൻറ്റ് അറിയിക്കാവുന്നതാണ്. ഓരോ തവണ നിങ്ങൾ മാമാർത്തിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്ത വെബ്സൈറ്റിലുള്ള ട്രെയിലെ ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷനും സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ പല്ലവി 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തിനു വായിക്കണോ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫേഴ്സ് ഒക്കെ നേടാവുന്നതാണ്. അത് കൂടാണ്ട് തന്നെ മാമാർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒനിയൻ ഷാമ്പൂവിൽ അവർ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സ് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. സോ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഈ പ്രൊഡക്റ്റ് എല്ലാവരും മസ്റ്റ് ആയിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. ബാബയുടെ കൈ തൂത്ത് കൊടുത്തേ, തൂത്ത് കൊടുത്തേ, ബാബയുടെ കൈ തൂത്ത് കൊടുത്തേ. അയ്യോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഫുഡ് കൊടുക്കൽ.
ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാട്, നല്ല സമയം എടുക്കും. ആദ്യമൊക്കെ തെച്ചൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ, പക്ഷേ ഇപ്പോൾ തെച്ചൂട്ടിയും ചേട്ടൻ്റെ പാത പിന്തുടർന്ന് വയസ്സ് വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇറച്ചി മീനൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇത്രയും കൂടെ സ്പീഡ് കഴിക്കും. എന്നാലും ഇന്ന് അവർ കഴിക്കാൻ ഇത്ര മടി കാണിച്ചു. പിന്നെ തെച്ചൂട്ടി പിന്നെ വിശന്നാലും കഴിച്ചുള്ളൂ കേട്ടോ, അല്ല കുഞ്ഞ് വിശന്നാലും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കില്ല, അങ്ങനെയാണ്. ഫുഡിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവരെ കഴിപ്പിക്കുന്നതിൻ്റെ കുറേ കഷ്ടപ്പാടുകളാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കണോ? വേറൊരു പാത്രം നല്ല തന്നെ ഇരിക്കട്ടെ. വന്നിരുന്നു. എല്ല് കൂടാതെ കഴിക്കണം കേട്ടോ, എല്ല് കൂടാതെ കഴിക്കണം. ചുറ്റി വന്നേ, കഴിച്ചോ. ചുട്ടിക്ക് അതിനെ കിള്ളി കൊണ്ടേക്ക് പേടിയാ. ഒരാൾ മെഡിസിന് പോവാണോടാ, കിള്ളി വെക്ക. എല്ല് വന്നാൽ എനിക്ക് പേടിയാ. അതാണ് ഇതാണ്. എന്നാലും അപ്പം കൊടുത്തില്ല പൊന്നുമോനെ, അച്ഛൻ ഇനിയും തരാം. അപ്പം നിന്നെ ഇവിടുത്തെ ചേട്ടക്ക് ചുട്ടി ഒരെണ്ണം കൊടുത്ത പിന്നെ അതോട് കൂടി കൊടുക്കാനാകണ്ട. ചിക്കൻ മാത്രം കൊടുത്തോ? മോനെ അപ്പം കൂടെ തിന്നെ കിള്ളി കിള്ളി, എന്റെ പൊന്നുമോൻ. അപ്പൊ അച്ഛമ്മ മുറിച്ചിട്ട് തരട്ടെ? അപ്പൊ അപ്പടി തിന്നണം കേട്ടാ. അച്ഛമ്മ ഇനിയും ചിക്കൻ തരാം കേട്ടോ. തീരുമ്പോ വിളിച്ചാൽ അച്ഛമ്മനെ ചുട്ടിക്ക് ഒരു പീസ് തന്നെ എല്ലില്ലാത്ത. മോനെ അച്ഛൻ മട്ടോണ്ട് വരാൻ പറ്റും കൂടെ. ഇത് ഞായറാഴ്ച കൊണ്ട് ഏട്ടായിക്കും ആർക്കും പോകണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറേ നേരം പിള്ളേരൊക്കെ കേട്ടതേ പുറത്തൊക്കെ കാറിനകത്ത് എപ്പോഴും കയറ്റി കളിപ്പിക്കും. ഡിക്കിക്കകത്ത് രണ്ടുപേരും കയറിയിരിക്കും. അങ്ങനെ കുറേ നേരം ഏട്ടായി അവരുടെ കൂടെ ആയിരുന്നു. ഞാൻ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഉച്ച കഴിയുമ്പോഴേക്ക് എത്തും. അതുകൊണ്ട് ആ സമയം വരെ ഏട്ടയായിരുന്നു ഇവരുടെ കെയർ ടേക്കർ ഫുൾ ടൈം. പിന്നെ അപ്പം അമ്മച്ചി ആ സമയത്തൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കും. നമുക്കിന്ന് കുറേ നമുക്ക് പ്ലാനിങ്സ് ഉണ്ട്. കാരണം വീട്ടിൽ വന്നിട്ട് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വന്നു കേട്ടോ. വന്നിട്ട് ഉടനെ തെച്ചൂട്ടിനെ ഉറക്കി. തെച്ചൂട്ടി പകൽ ഉറക്കമുണ്ടേ. അപ്പം തെച്ചൂട്ടി ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കൊരു റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതിപ്പം ഈ സമയം കൂടെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇതാണ് കേട്ടോ റീല്. 2 ടേക്ക് അങ്ങോട്ട് എടുത്തിരുന്നോളൂ. അപ്പോഴേക്കും പിന്നെ നമ്മൾ വൈകുന്നേരം എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പെട്ടെന്ന് സന്ധ്യയായി. അതുകൊണ്ട് പിന്നെ വേറെ അധികം ടേക്കിന് നിന്നില്ല. ഇത് ഞാൻ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ റീൽസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പണിയിലാണ്. ഒരു ഞായറാഴ്ച കിട്ടിയപ്പം അടുക്കളയും ഫുള്ളൊരു ക്ലീനിങ് പോലെ സെറ്റാക്കുവാണ്. എൻ്റെ പ്ലേ ബട്ടൺ നമ്മൾ ഇതുവരെ കിട്ടിയിട്ട് ഒരു വർഷമായിട്ട്, പക്ഷേ ഇന്നും നമ്മൾ ഹാങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വെക്കുമല്ലോ, അത് വെക്കാൻ സ്ഥലമുണ്ട്. പ്ലേ ബട്ടൺ ഇന്നിപ്പോൾ ഹാങ് ചെയ്യാന്ന് വെച്ചിരിക്കുവാണ്. രാവിലെ തുടങ്ങിയ ക്ലീനിങ് ആണ്. സമയം രാത്രി 7:30. കാരണം ഇവിടെ ഫുൾ കറണ്ട് പോക്കായിരുന്നു. ഷോക്കേസൊക്കെ ഒരു വിധം അടിപൊളിയാക്കി കണ്ടോ. മുമ്പത്തെ ഞാൻ എടുത്ത് വെച്ചില്ല. എൻ്റെ പ്ലേ ബട്ടണൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. എൻ്റെ പ്ലേ ബട്ടൺ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? പിന്നെ ഇത് ഇവിടെ തൂക്കി ഇത് 2 പിന്നെ ഇത് നിലമൊക്കെ കണ്ടോ. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ ഇതിനിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു 8 അല്ലു എന്തായാലും കാണിക്കുന്നത് കളയല്ലേ. അടുക്കള ഒരു ഒതുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് ഷോക്കേസൊക്കെ ഒന്ന് സെറ്റാക്കണമായിരുന്നു നമ്മൾ. മുറിയിൽ പിന്നെ ഒരു ഫോട്ടോ. മുറിയുടെ അവസ്ഥ പരിതാപകരം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ഈ ഫോട്ടോയാണ് നമ്മളിപ്പം കല്ലുപ്പൻ്റെ തെച്ചൂട്ടിയുടെ ഫോട്ടോ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഏകദേശം 10-12 മണിയായി എന്ന് പറയാം. അല്ല 11 മണി കഴിഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ പിന്നെ ഒന്ന് കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. ഷോക്കേസ് കാര്യങ്ങൾ. പിന്നെ ഇവരുടെ കളിപ്പാട്ടമൊക്കെ ഒരുപാട് ഈ കൊട്ടയ്ക്കകത്തുള്ളതുകൊണ്ട്
എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് കിടക്കും. അതുകൊണ്ട് നമുക്കത് കളിപ്പാട്ടം കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാനും പാടായിരിക്കും. ഫുൾ പറക്കി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ കൈ അവിടെ ഇടിച്ചു കേട്ടോ. അതിനെപ്പറ്റി പറയുവാണ്. കഴിക്കാനൊന്നും വയ്യ, ഭയങ്കര ചത്തുകുത്തിയിരിക്കുക, മടുത്തായിരുന്നു, കിടന്ന് ഉറങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു സീരീസ് കാണുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രി അത് കാണാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഭയങ്കര ക്ഷീണമാണ്. പക്ഷേ എന്നാലും ഒരു അരമണിക്കൂർ കാണുന്ന വെച്ച് നമ്മൾ കണ്ടു കേട്ടോ. കണ്ടൊക്കെ കഴിഞ്ഞ് ഇത് കിടക്കാൻ നേരം 1 മണി ആവാറായി. ഞാൻ ഇവരെ നടുക്കോട്ട് കിടക്കണം കേട്ടോ. ഇത് താഴെ ബെഡ് വിരിച്ച് കിടക്കും, കാര്യം നമുക്ക് ആ ബെഡിൽ എല്ലാം കൂടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക ബിസി ഡേ ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. എനിക്ക് നടുവേനയുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ തുടങ്ങിയതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൈലാണ് അവിടെ ഇരിക്കുന്നത്. നടുവൊക്കെ പോയി ഗൈസ്. അപ്പോൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നടുവേനയുടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പം ബൈ, സീ യു.